ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. സെക്കൻഡ് റെസിപ്പി വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്, എന്നാൽ നമ്മുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ പറ്റിയ കാര്യമാണ്, പിന്നെ ഉണ്ടാക്കി സൂക്ഷിക്കാൻ പറ്റിയൊരു കാര്യമാണ്. ഇതെന്താണെന്ന് അറിയേണ്ടത്, ഇതൊരു ചമ്മന്തിയാണ്. ഇത് പക്ഷേ സാധാരണ ഒരു ചമ്മന്തിയല്ല, ഇത് ചെമ്മീൻ ചമ്മന്തിയാണ്, ഉണക്ക ചെമ്മീൻ ചമ്മന്തി. പക്ഷേ ഇത് വറുത്ത ഒരു ചമ്മന്തിയാണ്, ഉണക്ക ചെമ്മീൻ വറുത്ത തേങ്ങാ ചമ്മന്തി. അപ്പോൾ നമ്മുടെ ഈ ഉണക്ക ചെമ്മീൻ ചമ്മന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉണക്ക ചെമ്മീൻ പൊടി 100 ഗ്രാം, തേങ്ങാ ചിരകിയത് 2 കപ്പ്, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, പുളി 1 നെല്ലിക്ക വലുപ്പത്തിൽ, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ. അപ്പോൾ നമുക്കിനി നമ്മുടെ ഉണക്ക ചെമ്മീൻ ചമ്മന്തി തയ്യാറാക്കാം. അപ്പോൾ ആദ്യം എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു 100 ഗ്രാം ഉണക്ക ചെമ്മീൻ ഇങ്ങനെ പൊടിയാണല്ലോ, പൊടി ചെറിയ ചെമ്മീനാണ്, പൊട്ടി. അത് ക്ലീനിങ് ആണ് ഏറ്റവും പ്രധാനം, കാര്യം അതിനകത്ത് മണ്ണുണ്ടാവും. അപ്പോൾ ആദ്യം ഒന്ന് വറുക്കണം. വറുത്തിട്ട് ഒരു പേപ്പറിലോ പ്ലേറ്റിലോ തട്ടി ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ആക്കിയാൽ അതിൻ്റെ താഴ്ഭാഗത്ത് മണ്ണും അതിൻ്റെ ഈ കൊമ്പും അതിൻ്റെ ചെറിയ കാര്യങ്ങൾ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ അതിലാകും. എന്നിട്ട് മേളിൽ നിന്ന് നമ്മളിങ്ങനെ പതുക്കെ നീക്കി എടുത്ത് മാറ്റണം. അതാണ് നമ്മുടെ ഒറിജിനൽ ചെമ്മീൻ കിട്ടും, ഒരു മണ്ണും പൊടിയും ഒന്നുമില്ലാതെ കിട്ടും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊന്ന് വറുക്കാം. ഉണക്കച്ചെമ്മീൻ വറുക്കുമ്പോൾ തന്നെ മുറി മുഴുവൻ ഒരു പ്രത്യേക മണമാണ്, ഉണക്കച്ചെമ്മീൻ്റെ മണം വരും. ഇപ്പോൾ നമ്മുടെ ഉണക്കച്ചെമ്മീൻ പാകത്തിന് മൂത്തിട്ടുണ്ട്, തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു പരന്ന ഒരു പ്രതലത്തിലേക്ക് മാറ്റണം. അത് പേപ്പറാകാം, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് എന്തെങ്കിലും ആക്കിയിട്ട് ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ അതിൻ്റെ മണ്ണ്, അതിൻ്റെ കമ്പ് അങ്ങനത്തെ വേണ്ടാത്ത കാര്യങ്ങളെല്ലാം താഴേക്ക് പോകും. എന്നിട്ട് നമ്മളിങ്ങനെ ചെറുതായിട്ട് പാറ്റിയെടുക്കാമെന്ന് പറയില്ലേ, അതുപോലെ ഇങ്ങനെ അനക്കി ഇതിൻ്റെ മുകളിൽ നിന്നും ഇങ്ങനെ മാറ്റണം. തെളിച്ച് എടുക്കണം. അപ്പോൾ തെള്ളിയെടുക്കുക എന്ന് പറയുന്നതാണ്. അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റാം. ഓക്കെ, അങ്ങനെ റെഡിയായി. അങ്ങനെ നമ്മൾ വൃത്തിയാക്കി എടുത്തു ഉണക്കച്ചെമ്മീൻ. പിന്നെ നമ്മൾ 2 കപ്പ് തേങ്ങ, അപ്പോൾ വറുത്തത് ഇവിടെ ഇരിക്കട്ടെ. ഇനി തേങ്ങ 2 കപ്പ് അളന്നത്, തേങ്ങാ ചെറിയ ഇതും നല്ല ചുവക്കെ വറുത്തെടുക്കണം. എണ്ണയൊന്നും ഇപ്പോൾ ചേർക്കണ്ട, അല്ലാണ്ട് വറുക്കുക. നമ്മൾ തീയലിനൊക്കെ വറുക്കുന്ന പോലെ വറുക്കുക. അപ്പോൾ നമ്മളുടെ തേങ്ങ നല്ല ചുവക്കെ മൂത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എന്താ വേണ്ടത്, ഇനി നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് മാത്രം 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിരിയൻ മുളക് പൊടി ആയാലും കുഴപ്പമില്ല, ഏതാണെങ്കിലും 1 ടേബിൾ സ്പൂൺ തീ ഓഫ് ചെയ്തിട്ട് മാത്രം ചേർക്കുക. അപ്പോൾ പെട്ടെന്ന് ആ ഒരു ചൂടിൽ കിടന്ന് പാകത്തിന് മൂത്ത് കിട്ടും. ഒരല്പം ഉപ്പും കൂടി ചേർക്കാം. ഉണക്കച്ചെമ്മീനിൽ ഉപ്പുണ്ട്, എങ്കിലും തേങ്ങയിൽ കുറച്ച് ഉപ്പ്. ഇനി ഇതിൻ്റെ കൂടെ ഒരു ഇത്ര എന്താ പറയുക, ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒന്നുമില്ല, പ്രധാനമായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നു. അപ്പോൾ വറുത്ത കാര്യങ്ങൾ 2ആണ്. ഒന്ന് ഉണക്കച്ചെമ്മീൻ, പിന്നെ ഇത് തേങ്ങ നന്നായിട്ട് വറുത്തിട്ട് അതിലേക്ക് മുളക് പൊടിയും ചേർത്തു, പുളി, ഇത്രയും കാര്യം, ഉപ്പും. ഇനി ഇത് പ്രത്യേകിച്ച് പൊടിക്കുക, അതായത് നമ്മളുടെ ഉണക്കച്ചെമ്മീൻ വറുത്തത് നന്നായിട്ടൊന്ന് പൊടിക്കണം മിക്സി ഉപയോഗിച്ചിട്ട്. അതുപോലെ അത് കഴിഞ്ഞിട്ട് തേങ്ങയുടെ ഈ കൂട്ടും പൊടിച്ചെടുക്കുക. അപ്പോൾ തേങ്ങ വറുത്തത് മുളക് പൊടി എല്ലാം കൂടി ചേർത്ത് എടുത്ത് അത് പൊടിച്ചെടുത്തു. ഇത് ചെമ്മീൻ വറുത്തതും പൊടിച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്, ഇത് രണ്ടും കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് വീണ്ടും പൊടിക്കണം. ചെമ്മീൻ പൊടിയും തേങ്ങയുടെ കൂട്ടും കൂടി ഒന്നിച്ചാക്കി. അങ്ങനെ നമ്മുടെ ഉണക്ക ചെമ്മീൻ ചമ്മന്തി, വറുത്ത ചമ്മന്തി ഏതാണ്ട് ഫൈനൽ സ്റ്റേജിലെത്തി. ഇനി ഇതിൽ ഫൈനലായിട്ട് എന്താ ചെയ്യേണ്ടത്, ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ. 2 വേണം നിർബന്ധമില്ല, അത്ര നോക്കിയിട്ട് 1 1.5 എങ്ങനെയും. അങ്ങനെ നമ്മുടെ ഉണക്ക ചെമ്മീൻ ചമ്മന്തി റെഡി. പിന്നെ ഇതിൻ്റെ എരിവ്, പുളി, ഉപ്പ്, ഇത്തരം കാര്യങ്ങളെല്ലാം ഇഷ്ടാനുസരണം കൂട്ടുക. ഇത് ഒരുപാട് എരിവൊന്നും ഉണ്ടാവില്ല. 1 ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ ആണെങ്കിൽ ഇച്ചിരി കൂടെ എരിവ് കിട്ടും, നിങ്ങളുടെ ഇഷ്ടത്തിന്. പുളിയാണെങ്കിൽ ഞാനൊരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലെടുത്ത്, വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വലിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ചേർക്കാം. ഇത് ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ടാണ് മാറ്റങ്ങൾ വരുന്നത്.
നമ്മളൊരു വിളമ്പ് പാത്രത്തിലേക്ക് മാറ്റുന്നു. നല്ല മണവും രുചിയുമുള്ള നല്ല ഉണക്ക ചെമ്മീൻ ചമ്മന്തി ഇവിടെ റെഡി. എളുപ്പത്തിൽ തന്നെ ചെയ്തു. ഇനി ഇത് വെച്ചിരുന്നാലും കേടാകില്ല. ഇത് ഒരാഴ്ചയൊക്കെ ഇത് ഉണ്ടാവുമെന്നറിയില്ല, ഈ ക്വാണ്ടിറ്റിയിലുണ്ട്, പെട്ടെന്ന് തീരില്ലേ. എന്തായാലും ഇത് കേടാകാണ്ടിരിക്കും. സൂക്ഷിച്ച് നമ്മുടെ ചമ്മന്തിപ്പൊടി പോലെ തന്നെ നമുക്ക് കുപ്പിയിലാക്കി സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഒരു ദിവസം മീനില്ല, അല്ലെങ്കിൽ ഇറച്ചി മീനോ ഒന്നും ഇല്ലാത്തൊരു ദിവസം ഉണക്ക ചെമ്മീൻ ചമ്മന്തി ഉണ്ടെങ്കിൽ ഒന്ന് കുശാലായിട്ട് കഴിക്കാം അല്ലേ. പിന്നെ ഹോസ്റ്റലിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു വിടാം, വിദേശത്തേക്ക് പോകുന്ന ബന്ധുക്കൾക്ക് കൊടുത്തു വിടാം, അമ്മമാരുടെ കൈപുണ്യമായിട്ട് ഇത് മക്കൾക്ക് പുറത്തുപോയി ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്കെല്ലാം കൊടുത്തു വിടാം. അപ്പോൾ എന്തായാലും സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടവും. ഇനി ചെമ്മീൻ ചമ്മന്തി ചേരുവകൾ: ഉണക്ക ചെമ്മീൻ പൊടി 100 ഗ്രാം, തേങ്ങാ ചിരകിയത് 2 കപ്പ്, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, പുളി ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ. പാകം ചെയ്യുന്ന രീതി: ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ ചെമ്മീനിട്ട് വറുത്ത് മാറ്റി നന്നായി തെള്ളിയെടുക്കുക. ഇങ്ങനെ വറുത്ത ഉണക്ക ചെമ്മീൻ മിക്സി ഉപയോഗിച്ച് പൊടിച്ചെടുക്കുക. വീണ്ടും ചീനച്ചട്ടി ചൂടാക്കി തേങ്ങ നല്ല ചുവയ്ക്ക് വറുക്കുക. തീ ഓഫാക്കിയ ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഇളക്കി അടുപ്പിൽ നിന്നും മാറ്റുക. വറുത്ത തേങ്ങാക്കൂട്ടും മിക്സി ഉപയോഗിച്ചിട്ട് പൊടിക്കുക. ഇങ്ങനെ പൊടിച്ച തേങ്ങയും ചെമ്മീനും ഒന്നിച്ചാക്കി പുളിയും ഉപ്പും ചേർത്ത് വീണ്ടും മിക്സി ഉപയോഗിച്ച് പൊടിച്ച് യോജിപ്പിക്കുക. ഈ കൂട്ട് പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് ഇളക്കി വിളമ്പുക. ചെമ്മീൻ ചമ്മന്തി റെഡി. ഇന്നത്തെ എപ്പിസോഡ് കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് വളരെ വ്യത്യസ്തമായ സ്വാദേറിയ കാര്യമാണ്, നമ്മളുടെ കോഫി ആൻഡ് ചോക്ലേറ്റ് ചിപ്പ് സൂഫ്ലെ. വീട്ടിൽ ഇടയ്ക്ക് തയ്യാറാക്കാം. ഉണ്ടാക്കി നമ്മൾ വരുന്ന അതിഥികൾക്ക് കൊടുത്തു കഴിയുമ്പോൾ അത് ഭയങ്കര ഇഷ്ടമാവും. എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ പറ്റിയൊരു ഡെസേർട്ട് ഐറ്റമാണ്. രണ്ടാമത് കാണിച്ചതും നമുക്ക് ഉണ്ടാക്കി സൂക്ഷിക്കാൻ പറ്റിയൊരു കാര്യമാണ് ഉണക്കച്ചെമ്മീൻ ചമ്മന്തി. തീർച്ചയായിട്ടും 2 വിഭവങ്ങളും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.